വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ സംസ്ഥാനത്തെ SIR കരട് വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. 24.08 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായി. 91.35% പേരുടെ ഫോം പൂരിപ്പിച്ച് ലഭിച്ചു. 8.65% അഥവാ 24,80,503 എണ്ണം തിരികെ കിട്ടാനുണ്ട്. 64,985 പേർ മരിച്ചു. 64,50,5048 പേരെ കണ്ടെത്താനുണ്ട്. 2026 കരട് വോട്ടർ പട്ടിക ഡ്രാഫ്റ്റ് റോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വോട്ടർ പട്ടിക ജില്ലാ തലത്തിലെ ജില്ലാ കളക്ടർമാരുടെ മീറ്റിങ്ങിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി കൈമാറിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ EROയുടെ തലത്തിലും ഈ വോട്ടർ പട്ടിക അസംബ്ലി വൈസ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷന് സ്വീകരിച്ചിട്ടുണ്ട്. വിവിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അവിടെ ഏറെ പ്രത്യേകതകളുണ്ട്. ഇത് ആദ്യമായി നടപ്പാക്കുന്ന SIR സംവിധാനത്തിൻ്റെ പട്ടികയാണ്. പരാതികൾ ഇനി ഒരു മാസത്തിന് കൂടെ സ്വീകരിക്കാം അല്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഈ പട്ടിക കൈമാറിയോ? രാഷ്ട്രീയ പാർട്ടികൾക്ക് പട്ടിക കൈമാറിയിരിക്കുന്നു. സംസ്ഥാനത്ത് SIRന്റെ അടിസ്ഥാനത്തിലുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വലിയ ആശങ്കയോടുകൂടിയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ BJP ഒഴികെയുള്ളവ ഇതിനെ സ്വീകരിച്ചത്. എങ്ങനെയാണ് ഈ വോട്ടർ പട്ടിക സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാൻ പോകുന്ന ആശങ്ക ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കാരണം 24 ലക്ഷത്തിലേറെ പേർ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. നേരത്തെ ഉണ്ടായിരുന്ന 24 ലക്ഷത്തിലേറെ പേർ, കൃത്യമായി പറഞ്ഞാൽ 24,80,503 പേരെ കണ്ടെത്താനില്ല എന്നുള്ളതാണ് ഈ പട്ടികയിൽ പറയുന്നത്. അവരുടെ പ്രത്യേക പട്ടികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ മരണമടഞ്ഞ 6 ലക്ഷത്തിലധികം ആളുകൾ മരണമടഞ്ഞു പോയവരാണ്. ചിലർ സ്ഥലം മാറിപ്പോയവരാണ്, വീട് മാറിപ്പോയവരാണ്. അങ്ങനെ കണ്ടെത്താത്തവരാണ് 24 ലക്ഷം എന്ന ആകെ ആ പട്ടികയിൽ ഉള്ളത്. ഇത്രയും പേർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു. അത് മരണമടഞ്ഞവരുടെ എണ്ണം സ്വാഭാവികമായും അത് കുറയ്ക്കേണ്ടതാണ്. 6 ലക്ഷത്തിൽ പരം അവരെ കുറച്ചാൽ പോലും ഈ 18 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നേരത്തെ പേരുണ്ടായിരിക്കുകയും പിന്നീട് ഇല്ലാതെ പോവുകയും ചെയ്ത ആളുകളുടെ പട്ടികയിൽപ്പെടുന്നവരാണ്. 2,78,50,855 പേരാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് മുമ്പ് സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവർ. അവരിൽ നിന്നാണ് ഇത്രയും അധികം പേർ ഒഴിവായിരിക്കുന്നത്. സ്വാഭാവികമായും സ്ഥലം മാറിപ്പോയവരും മനഃപൂർവ്വം വോട്ട് ചേർക്കാത്ത ആളുകളും ഒക്കെ ഒരു ചെറിയ ശതമാനം ഉണ്ടായേക്കാം. പക്ഷേ ഈ 24 ലക്ഷം എന്നത് വലിയ കണക്കാണ്. അതാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കയിലാക്കുന്നത്. ഓരോ ജില്ലകളുടെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ വലിയ തരത്തിലുള്ള ആളുകളുടെ കുറവുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കണക്ക് മാത്രം എടുത്താൽ 4,07,665 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ടില്ല. അതിൽ 92,279 പേരാണ് മരണമടഞ്ഞത്. സ്ഥലത്തില്ലാത്ത 1,54,049 പേരുണ്ട്. സ്ഥിരമായ താമസമായ 97,415 പേരുണ്ട്. ഇരട്ടപ്പുള്ള പേരുകൾ 17,681 ഉണ്ട്. അങ്ങനെ പല കാരണങ്ങളാൽ ബിലോമാർ കണ്ടെത്താത്ത 46,241 പേർ വേറെയുമുണ്ട്. ഇങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മാത്രം കണക്ക്. അതായത് ഈ ഏതായാലും ഒരു 10-15 ലക്ഷത്തിന് മുകളിലെങ്കിലും വോട്ടർമാർ പല കാരണങ്ങൾ കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. മരണമടഞ്ഞവരും മറ്റു കണക്കുകളുമൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നാണ് സംസ്ഥാനത്തെ BJP രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. ബീഹാറിലും മറ്റും സംഭവിച്ചതിന് സമാനമായ വിഷയം കേരളത്തിലുമുണ്ട്. അവിടെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഈ ഒഴിവാക്കപ്പെട്ടവരുടെ കൂടി കൂട്ടിച്ചേർക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് ഒരു മാസം പേര് ചേർക്കാം. പുതുതായി പേര് ചേർക്കുന്നവർക്ക് ഉൾപ്പെടെ ഒരു മാസത്തോളം സമയമുണ്ട്. ഈ പട്ടികയിൽ കരട് പട്ടികയിൽ പരാതിയുള്ളവർക്ക് പരാതികൾ സമർപ്പിക്കുകയും ചെയ്യാം. എത്രത്തോളം അതിൽ ഫലമുണ്ടാകുമെന്ന് കണ്ടറിയണം. ഏതായാലും ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഒരു മാസം, ഏതാണ്ട് ഒരു മാസത്തിലേറെ ഈ പട്ടികയിൽ പേര് ചേർക്കാനും കൂട്ടിച്ചേർക്കലുകൾക്കും പരാതികൾക്കുമൊക്കെ അവസരമുണ്ട്. എങ്കിലും ഏതാണ്ട് 15 ലക്ഷത്തോളം പേരെങ്കിലും ചുരുങ്ങിയത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകും. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് സംസ്ഥാനത്തെ BJP രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. കള്ളവോട്ട് സ്വാഭാവികമായി ഇരട്ട വോട്ടൊക്കെ തടയപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോഴും നിസ്സാര കാരണങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുമെന്ന ആശങ്കയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.